SSLC പബ്ലിക് പരീക്ഷയിൽ എപ്പോഴും വരുന്ന ഒരു ടൈപ്പ് ചോദ്യമാണ് വാട്ട് ഈസ് ദി എനർജി കൺവേർഷൻ ഇൻ മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കർ അല്ലെങ്കിൽ AC ജനറേറ്ററിലെ ഊർജ്ജ മാറ്റം എന്താണ്. അപ്പോൾ ഈ ഊർജ്ജ മാറ്റം അഥവാ എനർജി കൺവേർഷൻ പരീക്ഷയിൽ എന്തായാലും ചോദിക്കും. അപ്പം നമുക്ക് എല്ലാ എനർജി കൺവേർഷനും കൂടെ ഒറ്റ വീഡിയോയിൽ നമ്മൾ പഠിച്ചാൽ എങ്ങനെ ഉണ്ടാവും, പിന്നെ നമുക്ക് വേറെ ഓരോ ചാപ്റ്ററിനും പോയി പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ SSLC ഫിസിക്സ് വരാൻ പോകുന്ന എല്ലാ 7 ചാപ്റ്റേഴ്സിനുള്ള എല്ലാ ഊർജ്ജ മാറ്റങ്ങളും ഒറ്റ ടേബിളിൽ ഞാൻ ആക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ഇതങ്ങോട്ട് ഫില്ല് ചെയ്തിട്ട് ഫുള്ള് പഠിക്കാം. ഓക്കെ, ഇംഗ്ലീഷ് മീഡിയത്തിലും മലയാളം മീഡിയത്തിലും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ ഫില്ല് ചെയ്തോളൂ. നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഫാസ്റ്റ് അടിച്ച് വിടുക. ഇലക്ട്രിക് അയൺ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇലക്ട്രിക് അയൺ ബോക്സ് എന്നാണ്. അയൺ ബോക്സിൽ മക്കൾ എന്താ സംഭവിക്കുക, ഒബ്വിയസ്ലി ഇലക്ട്രിസിറ്റി കൊടുക്കണം. സോ ഇലക്ട്രിക്കൽ എനർജിയാണ് അവൻ ഉപയോഗിക്കാൻ പോകുന്നത്. ഫുൾ എഴുതുന്നില്ല കേട്ടോ. ഇലക്ട്രിക്കൽ എനർജി ഉപയോഗിച്ചിട്ട് എന്താക്കി മാറ്റും, അയൺ ബോക്സ് ചൂടാക്കി മാറ്റും, താപോർജ്ജം അഥവാ ഹീറ്റ് എനർജി ആക്കി മാറ്റും. സോ വൈദ്യുതോർജ്ജം താപോർജ്ജമാക്കി മാറ്റുന്ന സാധനമാണ് ഇലക്ട്രിക് അയൺ ബോക്സ്. സോൾഡറിങ് അയണോ എന്താണ്, ഈ സോൾഡറിങ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനം, സെയിം സാധനം, ഇലക്ട്രിസിറ്റി ഉപയോഗിക്കും, താപോർജ്ജം ഹീറ്റ് എനർജി ഉണ്ടാക്കും. ഓക്കെ, മലയാളത്തിൽ ഞാൻ എഴുതുന്നില്ല, നിങ്ങൾ പറയുന്നുള്ളൂ കേട്ടോ, നിങ്ങൾ എഴുതി വെച്ചാൽ. ഇലക്ട്രിക്കൽ മിക്സി എന്താ ചെയ്യുന്നത്, ഫാൻ എന്താ ചെയ്യുന്നത്, വാഷിംഗ് മെഷീൻ എന്താ, എല്ലാം സെയിമാണ് ചെയ്യുന്നത്, കിടന്ന് കറങ്ങുന്നുള്ളൂ. മിക്സീൻ്റെ ബ്ലേഡ് ചെറുതാണ്, ഫാൻ്റെ കുറച്ചുകൂടി വലുതാണ്, വാഷിംഗ് മെഷീൻ്റെ മിഡ് സൈഡ്സാണ്. എല്ലാത്തിനും എന്താണ് സാധനം കിടന്ന് ഒരു മോട്ടർ കിടന്ന് കറങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവരൊക്കെ എന്താ ചെയ്യുന്നത്, ബേസിക്കലി വീണ്ടും ഇലക്ട്രിസിറ്റി ഇല്ലാണ്ട് ഈ മിക്സിയും ഫാനൊക്കെ വർക്ക് ചെയ്യുമോ, ഇല്ല. അപ്പോൾ ഇലക്ട്രിക് മിക്സി ആണെങ്കിൽ ഇലക്ട്രിസിറ്റി വേണം, അത് ഉപയോഗിച്ചിട്ട് എന്താ ചെയ്യുക, കിടന്ന് കറങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചത് കിടന്ന് കറങ്ങുക എന്ന് പറഞ്ഞാൽ എന്ത് എനർജിയാണ്, മെക്കാനിക്കൽ എനർജിയാണ്. സോ വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജമാക്കി മാറ്റുന്ന ഡിവൈസാണ് ഇവർ രണ്ടുപേരും. മാത്രമല്ല നമ്മുടെ എന്താണ് വാഷിംഗ് മെഷീനൊക്കെ സെയിം. ഇൻകാൻഡിസൻ ലാമ്പ് എന്താ ചെയ്യുന്നത്, വീണ്ടും ഇലക്ട്രിസിറ്റി ഇല്ലാണ്ട് സാധനം വർക്ക് ചെയ്യുമോ, ഇല്ല, ഇലക്ട്രിസിറ്റി വേണം. എന്നിട്ട് അത് എന്താക്കി മാറ്റും, ഇൻകാൻഡിസൻ ലാമ്പ് ലൈറ്റ് എനർജി ആക്കി മാറ്റും, പ്രകാശോർജ്ജമാക്കി മാറ്റും. സിമ്പിൾ, ലൈറ്റ് എനർജി. കൂടെ കുറച്ച് ഹീറ്റ് എനർജിയും വരും, കാരണം കുറച്ച് വേസ്റ്റ് ആയി പോകും, പക്ഷെ അത് എഴുതേണ്ട ആവശ്യമില്ല. അവൻ്റെ പണി എന്താണ്, ഇലക്ട്രിക്കൽ എനർജി ലൈറ്റ് എനർജി ആക്കി മാറ്റുക. വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്ലസ് ഹീറ്റ് എന്നും കൂടി വേണമെങ്കിൽ എഴുതി വെക്കാം. ഇലക്ട്രിക് മോട്ടർ അവൻ എന്താ ചെയ്യുന്നത്, വീണ്ടും ഇലക്ട്രിസിറ്റി കൊടുക്കണം, എന്നാലേ മോട്ടർ വർക്ക് ചെയ്യുള്ളൂ. ശരിയല്ലേ, ഇലക്ട്രിസിറ്റി കൊടുക്കുന്നു, അവൻ കിടന്ന് കറങ്ങുന്നു, മോട്ടർ കിടന്ന് കറങ്ങുന്നു അല്ലേ. ബേസിക്കലി ഈ ഇലക്ട്രിക് മിക്സിയും ഫാനൊക്കെ എന്താണ്, അതിനുള്ളിൽ മോട്ടർ ഉണ്ട്. അപ്പോൾ ഇലക്ട്രിക് മോട്ടർ ഇവരൊക്കെ സെയിം ആണ്, കിടന്ന് കറങ്ങുന്നു, മെക്കാനിക്കൽ എനർജി യാന്ത്രികോർജ്ജമായി മാറ്റുന്നു. സിമ്പിൾ. നെക്സ്റ്റ് ജനറേറ്റർ. ഏത് ജനറേറ്ററാണെങ്കിലും, AC ജനറേറ്ററാണെങ്കിലും DC ജനറേറ്ററാണെങ്കിലും എന്താ സംഭവിക്കുന്നത്, ജനറേറ്റർ എന്താ ജനറേറ്റ് ചെയ്യുക, കറണ്ട് ജനറേറ്റ് ചെയ്യും, അതായത് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കും. പക്ഷെ എന്താണ് അവൻ ഇലക്ട്രിസിറ്റി ആക്കുന്നത്, നിങ്ങൾ ആലോചിച്ചു, ജനറേറ്റർ നമ്മളിട്ട് കറക്കണം, അതിൻ്റെ ആർമേച്ചർ ഇട്ട് കറക്കണം. അത് പല രീതിയിൽ കറക്കാം. ഫോർ എക്സാമ്പിൾ എന്താണ്, നമ്മുടെ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ്സിൽ, ഡാമുകളിൽ എന്താ സംഭവിക്കുക, വെള്ളം എന്ന് പറഞ്ഞ് വീഴ്ത്തും, അപ്പോൾ ആർമേച്ചർ ഇങ്ങനെ കിടന്ന് കറങ്ങും. ഓക്കെ, അപ്പോൾ ഈ ആർമേച്ചർ കറങ്ങുന്നതാണ് പിന്നീട് വൈദ്യുതിയായി മാറുന്നത്. അത് ഈ കറങ്ങുന്ന എനർജിനെ എന്താ വിളിക്കുക, മെക്കാനിക്കൽ എനർജി, യാന്ത്രികോർജ്ജം. പിന്നീട് എന്താണ് ഉണ്ടാക്കുക, കറണ്ട് ഉണ്ടാക്കുന്നത് ഇലക്ട്രിക്കൽ എനർജിയായി മാറ്റും. സോ യാന്ത്രികോർജ്ജം വൈദ്യുതോർജ്ജമായിട്ട് ആകുന്ന ഡിവൈസാണ് ജനറേറ്റർ. അത് AC ജനറേറ്ററാണ്, DC ജനറേറ്ററിലും ഇത് തന്നെയാണ് പണി. മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കർ. മക്കളെ, മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കറിൽ എന്താണ്, ലൗഡ് സ്പീക്കർ എന്താ ചെയ്യുക, സൗണ്ട് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സൗണ്ട് എനർജി ആക്കി മാറ്റും, ശബ്ദോർജ്ജം ആക്കി മാറ്റും. ആരെ മക്കളെ, നമ്മളൊരു സാധാരണ സ്പീക്കറിലേക്ക് എന്താ കുത്തുക, ഒരു ഓക്സ് കേബിൾ കുത്തും. ആ ഓക്സ് കേബിളിനുള്ളിൽ, ആ കേബിളിനുള്ളിൽ പാട്ട് എന്തിൻ്റെ രൂപത്തിലാണല്ലേ, പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്, അല്ല, പാട്ട് എന്തിൻ്റെ രൂപത്തിൽ, ഇലക്ട്രിക്കൽ സിഗ്നൽ ഉപയോഗിച്ചിട്ടാണ് അല്ലേ, ഇലക്ട്രിക്കൽ സിഗ്നലിൻ്റെ രൂപത്തിലാണ് ഓക്സ് കേബിൾ പാട്ടുള്ളത്. സോ ഇലക്ട്രിക്കൽ സിഗ്നലിനെ അഥവാ ഇലക്ട്രിക്കൽ എനർജീനെ, വൈദ്യുതോർജ്ജത്തിനെ ഈ സ്പീക്കർ എന്താക്കി മാറ്റുകയാണ്, ശബ്ദോർജ്ജം സൗണ്ട് എനർജി ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അല്ലെങ്കിൽ മെക്കാനിക്കൽ എനർജി എന്ന് പറയും. കാരണം ഈ സൗണ്ട് എനർജി എന്ന് പറഞ്ഞാൽ എന്താ, ബേസിക്കലി ഈ സൗണ്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവുക, വൈബ്രേഷൻസ് ആണല്ലേ സൗണ്ട്. ബേസിക്കലി ഈ സ്പീക്കർ ഇങ്ങനെ വൈബ്രേറ്റ് ആണ് ചെയ്യുക അവസാനം, അപ്പോൾ അത് വഴിയാണ് സൗണ്ട് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്ത് എനർജിയും കൂടിയാണ്, മെക്കാനിക്കൽ എനർജിയും കൂടിയാണ്. സോ നിങ്ങൾക്ക് രണ്ടും എഴുതാം, പരീക്ഷ ചോദിച്ചാൽ രണ്ടും എഴുതാം, രണ്ടും ശരിയാണ്, രണ്ടും തെറ്റുമല്ല. ഓക്കെ, രണ്ടും ശരിയാണ്. അപ്പോൾ ഏതെങ്കിലും ഒന്ന് എഴുതിയാലും മാർക്ക് കിട്ടും, രണ്ടും ഇങ്ങനെ സ്ലാഷ് ഇട്ട് രണ്ടും എഴുതി വെച്ചാൽ അപ്പോഴും മാർക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ എങ്ങനെ വേണം ചെയ്യാം. മൂവിംഗ് കോയിൽ മൈക്രോഫോൺ എന്താ ചെയ്യുക, ഈ മൈക്ക് എന്താണ് മക്കളെ ചെയ്യുന്നത്, മൈക്കിലേക്ക് ഞാൻ സൗണ്ട് കൊടുക്കുക എന്ന്. അപ്പോൾ സൗണ്ടിനെ അവൻ കളക്ട് ചെയ്യും, ശബ്ദോർജ്ജത്തിനെ അവൻ കളക്ട് ചെയ്യും, എന്നിട്ട് അവൻ എന്താക്കി മാറ്റും, ഒന്നുമില്ല, ഈ വയറിലേക്ക് എന്ത് ചെയ്യും, നോക്കി ഈ വയർ കണ്ടോ. അപ്പോൾ എൻ്റെ ശബ്ദത്തിന് വയറിലേക്ക് എന്താക്കി മാറ്റും, സൗണ്ട് ആക്കി മാറ്റുകയാണോ ചെയ്യുന്നത്. അപ്പോൾ സൗണ്ടിനെ പിടിച്ചിട്ട് അവൻ എന്ത് ചെയ്യും, ഇലക്ട്രിക്കൽ സിഗ്നൽ ആക്കി മാറ്റും. അവൻ എന്ത് ചെയ്യും, സൗണ്ടിനെ പിടിച്ചിട്ട് ഇലക്ട്രിക്കൽ സിഗ്നൽ അഥവാ ഇലക്ട്രിക്കൽ എനർജി വൈദ്യുതോർജ്ജമാക്കി മാറ്റും. അപ്പം ഈ മൈക്രോഫോണും ലൗഡ് സ്പീക്കറും റിലേറ്റഡ് ആണെന്ന് ഓർത്ത് വെച്ചേ. ഈ മൈക്രോഫോണിലേക്കാണ് ആദ്യം സാധനം വരുന്നത്, മൈക്രോഫോണിലേക്ക് സൗണ്ട് വരുന്നു,
മൈക്രോഫോൺ സൗണ്ട് എനർജീനെ ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുന്നു. ഈ ഇലക്ട്രിക്കൽ എനർജി എനിക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ ഒരു ഓക്സ് കേബിൾ വഴി എനിക്കൊരു സ്പീക്കറിലേക്ക് കൊടുക്കാം. അപ്പോൾ ഇലക്ട്രിക്കൽ എനർജി എന്ത് ചെയ്യുന്നു, സ്പീക്കറിലേക്ക് കയറുന്നു. അപ്പോൾ സ്പീക്കർ എന്ത് ചെയ്യുന്നു, ആ ഇലക്ട്രിക്കൽ എനർജീനെ വീണ്ടും സൗണ്ട് എനർജി, വലിയ സൗണ്ട് എനർജി ആക്കി മാറ്റുന്നു. പക്ഷേ ശരിക്കും പ്രാക്ടിക്കലി ഈ മൈക്രോഫോണിൻ്റെയും ഔട്ട് സ്പീക്കറിൻ്റെ ഇടയിൽ ഒരാളും കൂടി വരുന്നുണ്ട്. അത് മൈക്രോഫോണിൻ്റെ ഇലക്ട്രിക്കൽ സിഗ്നൽ നേരെ സ്പീക്കറിലേക്കല്ല പോവുക, ഇടയിൽ നമ്മൾ ആംപ്ലിഫയർ വെച്ച് കൊടുക്കും. ഇത് പരീക്ഷ ചോദിക്കുന്ന ചോദ്യമാണ്. ആ ആംപ്ലിഫയർ എന്ത് ചെയ്യും, ആ മൈക്രോഫോണിൻ്റെ ഇലക്ട്രിക്കൽ സിഗ്നലെ ഒന്ന് ആംപ്ലിഫൈ ചെയ്യും. ഓക്കെ, ഒന്ന് ആംപ്ലിഫൈ ചെയ്യും. ഇൻറ്റൻസിറ്റി, അവരുടെ ഇൻറ്റൻസിറ്റി എന്ത് ചെയ്യും, ഒന്ന് കൂട്ടും. എന്നിട്ട് ലൗഡ് സ്പീക്കറിലേക്ക് പറഞ്ഞുവിടും. ലൗഡ് സ്പീക്കർ സൗണ്ട് ആക്കി മാറ്റും. അപ്പോൾ ആംപ്ലിഫയർ എന്നാണ് ഇൻറ്റൻസിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണ്. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ്, സ്റ്റോറേജ് ബാറ്ററി വൈൽ ചാർജിങ്. ഒരു ബാറ്ററി വൈൽ ചാർജിങ്. ഇപ്പോൾ ഫോൺ ആലോചിച്ച് നോക്കുക മക്കളെ, നമ്മുടെ ഫോൺ എടുത്തു. ഓക്കെ, ഫോൺ എടുത്ത് ചാർജ് ചെയ്യാനിട്ടു. അപ്പോൾ എന്താ സംഭവിക്കുക, ചാർജ് ചെയ്യാനിട്ട് കഴിയുമ്പോൾ ഇലക്ട്രിക്കൽ എനർജിയാണ് ഈ ഫോണിലേക്ക് വരുന്നത്. അപ്പോൾ ഫോണിൻ്റെ ബാറ്ററി എന്ത് ചെയ്യും, ഇലക്ട്രിക്കൽ എനർജി സ്വീകരിക്കും. എന്നിട്ട് ആ ഇലക്ട്രിക്കൽ എനർജിനെ സ്റ്റോർ ചെയ്ത് വെക്കും. വൈൽ ചാർജിങ് എന്നാണ് പറയുന്നത്, ചാർജ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഇലക്ട്രിക്കൽ എനർജിനെ സ്റ്റോർ ചെയ്ത് വെക്കുക. എന്തിൻ്റെ രൂപത്തിലാണ് ബാറ്ററിനുള്ളിൽ സ്റ്റോർ ചെയ്ത് വെക്കുക? മെക്കാനിക്കൽ എനർജിൻ്റെ രൂപത്തിലാണ്. കിടന്ന് കറങ്ങുന്നുണ്ടോ? ഇല്ല. കെമിക്കൽ എനർജി, രാസോർജ്ജത്തിൻ്റെ രൂപത്തിലാണ്, അല്ലേ? കെമിക്കൽസ് ആയിട്ടാണ് സ്റ്റോർ ചെയ്ത് വെക്കുക. നിങ്ങൾ കെമിസ്ട്രിയിലൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ കെമിക്കൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കും ചാർജിങ് സമയത്ത്. ഇനി സ്റ്റോറേജ് ബാറ്ററി വൈൽ യൂസിങ്, ഉപയോഗിക്കുമ്പോഴോ, ഈ ഫോണ് വർക്ക് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, ചാർജർ ഊരി ഫോണ് വർക്ക് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആ ബാറ്ററിയിലെ കെമിക്കൽ എനർജി എന്തായി മാറും? അതവിടെ ഇങ്ങനെ വെറുതെ സ്റ്റോറായി കിടന്ന കാര്യമുണ്ടോ? ഇല്ല. ആ കെമിക്കൽ എനർജി വീണ്ടും ഈ സർക്യൂട്ടിൻ്റെ ഉള്ളിൽ, അല്ലെ, ഈ ഫോണിൻ്റെ ഉള്ളിൽ കുറേ ഇലക്ട്രിക്കൽ സർക്യൂട്ട്സ് ഉണ്ട്, അതിൽ ഇലക്ട്രിസിറ്റി ആയി മാറും, അഥവാ ഇലക്ട്രിക്കൽ എനർജി ആയി മാറും. ഓക്കെ, അപ്പോൾ സ്റ്റോറേജ് ബാറ്ററി വൈൽ ചാർജിങ്, ഇലക്ട്രിക്കൽ എനർജി ടു കെമിക്കൽ എനർജി, ഉപയോഗിക്കുമ്പോൾ കെമിക്കൽ ടു ഇലക്ട്രിക്കൽ എനർജി വീണ്ടും തിരിച്ചു. ഓക്കെ, ഇത്രയും എനർജി കൺവേർഷൻസ് പഠിച്ചു വെച്ചാൽ പരീക്ഷയിൽ ഏത് ഊർജ്ജമാറ്റം ചോദിച്ചാലും നിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റും. മക്കളെ, ഇത് പരീക്ഷയിൽ എന്തായാലും ചോദിക്കും, 1-2 മാർക്കിനൊക്കെ ചോദിക്കുള്ളൂ. പക്ഷേ പലരും ഇത് തെറ്റിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ ഒരു 2-3 ഫ്രണ്ട്സിനെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, പിന്നെ ലൈക്ക് ചെയ്യുക. യൂസ്ഫുൾ ആയെങ്കിൽ യൂസ്ഫുൾ ആണ് സാർ എന്ന് പറഞ്ഞൊരു കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് ഇയറിലെ +1 ബാച്ചിൻ്റെ ഡീറ്റെയിൽസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഈ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് ഒന്ന് വാട്സപ്പ് ചെയ്യുക. ഓക്കെ, മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ഫുൾ A+ലേക്കുള്ള നമ്മുടെ ഈ ഒരു ജേർണി നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ നിങ്ങളെ മാക്സിമം ഹെൽപ്പ് ചെയ്യാനും ഉണ്ടായിരിക്കും.